ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് ബന്ധമുള്ള ഒരാളാണ് അബു സലിം. എനിക്ക് ഏതാണ്ട് 10-25 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഒരു സിനിമാ നടൻ എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിലും വളരെയധികം സുതാര്യമായി വളരെയധികം സത്യസന്ധതയോടെ ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് അബു സലിമിനെ ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അദ്ദേഹം വിരമിച്ച് സിനിമയിൽ കൂടുതൽ സമയം ശ്രദ്ധ ചെലുത്താനായിട്ട് വരികയാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. വെൽക്കം, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരൂ. നിങ്ങളെ എപ്പോഴും ഞങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നു. എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം. അബു സലിമിൻ്റെ ഈ 151 സിനിമയുടെ ആഘോഷത്തിന് കൽപ്പറ്റയിൽ നിങ്ങളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ജോലി തിരക്ക് മൂലം കാണാൻ പറ്റിയില്ല. അബു സലിമിനെ എനിക്ക് കുറേ കാലമായിട്ട് അറിയാം. അബു സലിം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ആളാണ്. അബു സലിം രാജൻ്റെ കഥ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ലോ കോളേജിൽ പഠിക്കുക, ഇത്തിരി സീനിയറാണ്. ഇപ്പോൾ അബു സലിമിന് 151 സിനിമയിൽ അഭിനയിച്ചതിന് സ്വീകരണം കൊടുക്കുന്നത് പങ്കെടുക്കാൻ സാധിക്കാത്തതിന് സങ്കടമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അബു സലിമിനോട് എനിക്ക് അസൂയ. ഞാൻ 100, 150, 200, 250, 300 ഒക്കെ ആയിട്ടും ഞങ്ങളുടെ നാട്ടുകാർ ഇതുവരെ ഒരു സ്വീകരണം ഇരിക്കാന്നില്ല. അത് നമ്മൾ നാട്ടൊക്കെ വിട്ട് നാട്ടുകാർ വീട്ടിലൊക്കെ അടുപ്പൊക്കെ കുറഞ്ഞപ്പോൾ മൊത്തം കേരളത്തിൻ്റെ ആളായിപ്പോയതുകൊണ്ടുള്ളൊരു കുഴപ്പമായിരിക്കാം. എന്നാലും അബു സലീമിനെ മലയാളത്തിൻ്റെ ആർണോൾഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. ആർണോൾഡ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അബു സലീമിനേക്കാളും വലിയ പുള്ളിയൊന്നുമല്ല എൻ്റെ അഭിപ്രായത്തിൽ. അബു സലീമിനെ ശരിക്കും പറഞ്ഞാൽ ആർണോൾഡ് ഷ്വാസ്നഗറിനെ പേടിയാണ്. കാരണം അബു സലീം പോലീസാണ്, ആർണോൾഡ് പോലീസല്ല. പിന്നെയാണ് അയാൾ ഗവർണറൊക്കെ ആയത്. പക്ഷേ ഇത്രയും തടിയും ഇത്രയും ശരീരവും നോക്കുന്ന ഒരു സിനിമ നടൻ മലയാളത്തിലില്ല. പിന്നെ ആ ശരീരം അദ്ദേഹത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അബു സലീം അവകാശപ്പെടുന്നത് എൻ്റെ കൂടെ 10-30 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നൊരു 100 സിനിമയിലും അബു സലീം എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അത്രത്തോളം പഴക്കം ഞങ്ങൾ തമ്മിലുണ്ട്. അദ്ദേഹമായിട്ടുള്ള ഒരു വ്യക്തിബന്ധവും കുടുംബബന്ധവും ഒക്കെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങനെ വളരെ അടുപ്പമുള്ള ഒരാളാണ് അബു സലീം. നിങ്ങളെല്ലാം അബു സലീമിനെ ഇത്രയേറെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അബു സലീം നിങ്ങളുടെ മാത്രമല്ല, കേരളത്തിൻ്റെ മുഴുവൻ പുള്ളിയാണ്. കേരളത്തിൻ്റെ മുഴുവൻ മസിലാണ് അബു സലീം. ഇനിയിപ്പോൾ അബു സലീം ജോലിയിൽ നിന്ന് വിരമിച്ച് ഫുൾ ടൈം സിനിമയിൽ അഭിനയിക്കാനുള്ള തീരുമാനത്തിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അബു സലീമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് മാറുകയാണ് അദ്ദേഹം. പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക്. അങ്ങനെ അബു സലീം പോലീസ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് സിനിമാ ഉദ്യോഗത്തിലേക്ക് പൂർണ്ണമായിട്ടും ഫുൾ ടൈം സിനിമാക്കാരനായി തീരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഈ പുതിയ ജീവിതത്തിലേക്കുള്ള പുതിയ പടവ് ചവിട്ടുന്നതിൽ അദ്ദേഹത്തിനോടൊപ്പം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടൊപ്പം, നിങ്ങളെല്ലാവരോടുമൊപ്പം, കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടൊപ്പം ഞാനും ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. അബു സലീമിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ജീവിതത്തിലും തൊഴിൽരംഗത്തും അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക്സ്.